ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കടം കൊടുത്ത സ്വർണം കിട്ടാൻ ദിക്ർ പറഞ്ഞു തരൂ. ഇതൊരു കമൻ്റാണ്. ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. പ്രിയപ്പെട്ടവരെ, വളരെ അത്യാവശ്യമായ ഉപകാരപ്രദമായ ആത്മീയ വഴിയാണ് പറയുന്നത്. വെൽക്കം ബാക്ക് ടു റഷു ബ്ലോഗ്. ആരെയും മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും ഇന്ന് വഞ്ചിക്കപ്പെടുന്നു, പറ്റിക്കപ്പെടുന്നു. സ്വന്തം കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലാഹു കാക്കട്ടെ. ആമീൻ. സാമ്പത്തികമായി നമ്മൾ പലർക്കും പല നിലക്കും കടങ്ങൾ നൽകിയിട്ടുണ്ടാകും. കടം കൊടുത്തവരും കടം വാങ്ങിയവരും നമ്മളിൽ ഉണ്ടാകും. സ്വർണമായിട്ടും പണമായിട്ടും കടം നൽകിയവരുണ്ടാകും. പക്ഷേ കടം നൽകിയവർ പലരും ഇന്ന് പറ്റിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു പോയി. സന്തോഷത്തോടെ പലതും പറഞ്ഞ് കടം വാങ്ങിയവർ പിന്നീട് തിരിച്ചു കൊടുക്കുന്നില്ല. സ്വർണം വാങ്ങിയവർ തിരിച്ചു നൽകുന്നില്ല. എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ! അല്ലാഹു കാക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൽ ഷഹീദായവർക്ക് മുഴുവൻ പാവങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ കടമുണ്ടെങ്കിൽ അത് വീട്ടാതെ അല്ലാഹു പൊറുക്കില്ല. അത്രക്കും ഗൗരവം നിറഞ്ഞതാണ് കടം. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഒരുത്തനിൽ അവകാശപ്പെട്ട പണമോ സമ്പത്തോ സ്വർണമോ വേറൊരുത്തൻ്റെയോ കുടുംബക്കാരൻ്റെയോ കയ്യിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ലഭിക്കാൻ ഈ പറയാൻ പോകുന്ന ഇസ്മ്, ദിക്ർ അധികരിപ്പിക്കുക. ദിക്ർ പറയാം. അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ വാരിസു യാ അല്ലാഹ് എന്നത്. അനന്തരാവകാശമെടുക്കുന്നവൻ, സർവാവകാശി എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. 707 ഈ ഇസ്മിൻ്റെ അതത്. അതിനാൽ 707 തവണ ദിവസവും ചൊല്ലി എല്ലാവരും ദുആ ചെയ്യുക. ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട മുതൽ തിരിച്ചു കിട്ടുന്നതാണ്. എല്ലാവരും ഇന്നു മുതൽ ചൊല്ലുക. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം, ഇൻഷാ അല്ലാ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരു ലൈക്കും കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.